ബംഗ്ലാദേശ് വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലുറങ്ങുകയാണ്. അയൽരാജ്യം കത്തിയെരിയുമ്പോൾ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. ബംഗ്ലാദേശിലെ പ്രമുഖ യുവ നേതാവും ആക്ടിവിസ്റ്റുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യം കടുത്ത അരാജകത്വത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതോടെ ധാക്കയും പരിസര പ്രദേശങ്ങളും യുദ്ധക്കളമായി മാറി. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളിയും ഇൻക്വിലാബ് മഞ്ചയുടെ വക്താവുമായിരുന്നു 32-കാരനായ ഷെരീഫ് ഉസ്മാൻ ഹാദി. വരാനിരിക്കുന്ന 2026 ഫെബ്രുവരിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ വീണ്ടും ഒരു ചോരക്കളമാക്കി മാറ്റിയിരിക്കുന്നു. വെറുമൊരു മരണം എന്നതിലുപരി ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്കും അരാജകത്വത്തിനുള്ള ഇന്ധനമായും ഇത് മാറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരാഴ്ച മുമ്പ് ധാക്കയിലെ ഒരു പള്ളിയിൽ നിന്നും മടങ്ങവെയാണ് 32-കാരനായ ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് നേരെ വധശ്രമം ഉണ്ടായത്. തലയ്ക്ക് വെടിയേറ്റ ഹാദിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് വികാരധീനനായി പ്രസംഗിച്ചു. ഹാദിയെ ഒരു രക്തസാക്ഷിയായി വാഴ്ത്തിയ യൂനസ് ഭരണകൂടം ശനിയാഴ്ച രാജ്യവ്യാപകമായി ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. ഈ മരണം ഇപ്പോൾ രാജ്യത്തെ അക്രമത്തിന്റെ പുതിയ വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമങ്ങളായ പ്രോദോം, അലോ, ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ തകർത്തു. മാധ്യമപ്രവർത്തകർ മണിക്കൂറുകളോളം മരണഭയത്താൽ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. എന്തുകൊണ്ടാണ് ഈ മരണം ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്? ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന വിചിത്രമായ ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺ പാർട്ടി ഉന്നയിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു പൂട്ടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ശക്തിയുക്തം. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം അധികാരമേറ്റ മുഹമ്മദ് യൂനസ് ഭരണകൂടത്തിന് രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മതമൗലികവാദികളും തീവ്രവാദികളും ഹാദിയുടെ മരണത്തെ ഇന്ത്യക്കെതിരായ ആയുധമാക്കി മാറ്റുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് മുതൽ പുകയുന്ന ഇന്ത്യ വിരുദ്ധ വികാരം ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഈ അസ്ഥിരത ഇന്ത്യക്ക് നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യം ഇത്രമേൽ പ്രക്ഷുബ്ധമാകുന്നത് മേഖലയിലെ സമാധാനത്തെ ബാധിക്കും. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണ ഭീഷണിയും കണക്കിലെടുത്ത ഇന്ത്യൻ സേനയും BSFും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതീവ ജാഗ്രതയിലാണ്. ഒരു നേതാവിന്റെ മരണം എന്നതിലുപരി ഇന്ത്യയുടെ അയൽപ്പക്കത്ത് രൂപപ്പെടുന്ന ഈ അരാജകത്വം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ബംഗ്ലാദേശ് എങ്ങോട്ടാണ് നീങ്ങുന്നത്? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 20 മലയാളം.